വി.ഡി. സതീശന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പെരുമ്പാവൂരിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കേരള നാട് ഭരിക്കുവാൻ വേണ്ടി അനുവദിച്ച് തന്ന ഒരു സുന്ദരമായ ദിനമാണിത്. ഈ ദിനം ആഘോഷിക്കുന്നതിന് വേണ്ടി ഉള്ള ചെറിയ ചെറിയ പ്രകടനങ്ങൾ എല്ലാ ഭാഗങ്ങളിലും നടക്കുകയാണ്. അതിൻ്റെ ഭാഗം എന്ന നിലയ്ക്കാണ് ഇവിടെ ഇന്നൊരു പ്രകടനം നടത്തിയത്. കഴിഞ്ഞ 10 കൊല്ലത്തെ ദുരിതപൂർണമായ ഭരണത്തിന് ശേഷം കേരളത്തിൻ്റെ പ്രിയങ്കരനായ ശ്രീ വി.ഡി. സതീശൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. 102 സീറ്റ് 100-ന് മുകളിൽ എന്ന് പറഞ്ഞു തന്നെയാണ് ഈ ഇലക്ഷൻ നേരിട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും പുതിയ ഭരണം കേരളത്തിലെ ജനതയ്ക്ക് വലിയ സന്തോഷമാകും. ഈ ഭരണ മാറ്റത്തിന് എല്ലാവിധ പിന്തുണയും എല്ലാവിധ സന്തോഷം പങ്കുവച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുതുയുഗ പുലരിയുടെ ദുന്ദുഭി മുഴക്കിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വന്നിരിക്കുന്നു. അതിൻ്റെ നായകനായി ശ്രീ വി.ഡി. സതീശൻ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 10 കൊല്ലക്കാലം നമ്മൾ അനുഭവിച്ച വേദനയും യാതനയും മാറ്റുന്നതിന് വേണ്ടിയുള്ള UDF-ൻ്റെ ഈ പ്രയാണത്തെ നയിക്കുവാൻ നിയോഗിക്കപ്പെട്ട ശ്രീ സതീശന് എല്ലാവിധ ആശംസകളും പെരുമ്പാവൂർ ജനതയുടെ പേരിൽ ഞാൻ നേരുകയാണ്. ഒരു നല്ല ഭരണം കാഴ്ചവെച്ചുകൊണ്ട് ഈ നാടിനെ വറുതിയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി, നാട്ടിലെ ജനങ്ങൾക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതിന് വേണ്ടി, നമ്മുടെ നാടിനെ സാമ്പത്തികമായും വ്യാവസായികമായും വളർത്തുന്നതിന് വേണ്ടിയുള്ള സൽഭരണത്തിൻ്റെ നേതൃത്വം നൽകുവാൻ ശ്രീ വി.ഡി. സതീശന് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ദീർഘമായ മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. 28,000-ൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടു കൂടി പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തെ LDF-ൽ നിന്ന് വീണ്ടെടുക്കുവാൻ UDF-ന് കഴിഞ്ഞു എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾ UDF-നെ എത്ര കണ്ട് സ്നേഹിക്കുന്നു എന്നുള്ളൊരു തെളിവാണ്. ആ തെളിവ് അതിൻ്റെ എല്ലാവിധ ശക്തിയോടും ഭംഗിയോടും അതുപോലെ തന്നെ സൗന്ദര്യത്തോടും കൂടി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഈ പ്രയാണത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അതിന് നേതൃത്വം കൊടുക്കുന്ന സതീശനെ നമുക്ക് എല്ലാവരും അഭിനന്ദിക്കാം. അദ്ദേഹത്തിന് എല്ലാവിധ വിജയങ്ങളും നേരുന്നു, മംഗളം നേരുന്നു. ജയ് UDF. കേരളം ഇന്ന് വലിയ സന്തോഷത്തിലാണ്. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി റിസൾട്ട് വന്നപ്പോൾ
ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരിക്കലും ഇല്ലാത്ത വലിയ മാൻഡേറ്റ് കേരളത്തിലെ ജനത കൊടുത്തത്. കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ അഴിമതിയുടെ ഒരു കൂത്തരംഗമായി മാറി, ഖജനാവുകൾ കൊള്ളയടിച്ച് ദൂർത്തടിച്ച് നടന്ന ഒരു ഭരണത്തെ ഈ കേരളത്തിൻ്റെ ഭരണ സംവിധാനത്തിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അധികാരം കൊടുക്കുവാൻ കേരള ജനത തീരുമാനിച്ചു. ആ തീരുമാനത്തിൻ്റെ ഭാഗമായി ഐക്യ ജനാധിപത്യ മുന്നണിയിൽ ഒട്ടനവധി പ്രഗത്ഭന്മാരായ നേതാക്കന്മാരുണ്ടായതുകൊണ്ട് അവരിൽ ആര് വേണമെന്നതിൻ്റെ ഒരു തീരുമാനമെടുക്കുവാൻ ഒരല്പം വൈകിയെങ്കിൽ പോലും പ്രിയമുള്ളവരെ, യഥാർത്ഥ തീരുമാനം ഹൈക്കമാൻഡ് യാഥാർത്ഥ്യമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്ന കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ വിജയം നമ്മുടെ ഏവരുടെയും വിജയമാണ്. ഈ വിജയത്തിൽ നമ്മുടെ തേര് തെളിക്കുന്ന തേരാളി അർജുനന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ശ്രീ BD സതീശന് എല്ലാവിധ അഭിവാദ്യങ്ങളും. 5 കൊല്ലം അദ്ദേഹം നമ്മളെ കേരളത്തിൻ്റെ ഒരു സുവർണകാലം തിരിച്ചു വരുവാനുള്ള പ്രയാണത്തിൽ അദ്ദേഹത്തിന് ജഗദീശ്വരൻ ശക്തി നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടത് നമ്മളെ മുന്നിൽ നിന്ന് നയിച്ച നമ്മുടെ തേരാളിയായിരുന്ന BD സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു ഐക്യമുന്നണി സർക്കാരിന് അധികാരത്തിൽ കയറുകയാണ്. നമ്മുടെ എല്ലാവരും പ്രതീക്ഷകളെ വാനോളം ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ പുതിയ സർക്കാർ ഓരോ കേരളീയനും അഭിമാനപൂർവ്വമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സാധാരണ നിലക്ക് പെരുമ്പാവൂർ നിയോജക മണ്ഡലത്തിൽ ഭരണം ലഭിക്കുമ്പോൾ നമുക്കൊരു MLA ഉണ്ടാകാറില്ല. ഇപ്പോൾ നമുക്കൊരു MLA ഭരണത്തോടുകൂടി ലഭിച്ചിരിക്കുകയാണ്. പെരുമ്പാവൂരിൻ്റെതായിട്ടുള്ള ഏതൊരു വികസനത്തിനും ഇത് വലിയൊരു മുതൽക്കൂട്ടായി മാറുന്നതോടൊപ്പം തന്നെ BD സതീശന്റെ നിലപാടിന് കേരള ജനത നൽകിയ ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ് ഇന്ന് മുഖ്യമന്ത്രിയായി നമ്മളുടെ എല്ലാം മുമ്പിൽ BD സതീശൻ വന്നിരിക്കുന്നത്. എന്തായാലും നല്ല നിലക്ക് ഈ 10 വർഷത്തെ ദുർഭരണം അന്ത്യം കുറിച്ചുകൊണ്ടുള്ള BD സതീശൻ നേതൃത്വം കൊടുക്കുന്ന കേരള ജനതയുടെ വലിയ ഒരു മുന്നേറ്റമായിരിക്കും ഇനി വരാൻ പോകുന്നതെന്നുള്ളതും മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന BD സതീശന് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു.